കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ്. പാർലമെന്റിൽ ചർച്ചയില്ലാതാക്കാൻ കേന്ദ്രം ശ്രമം നടത്തുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വി. കേന്ദ്രത്തിന്റേത് ജനാധിപത്യ വിരുദ്ധ സ്വഭാവമാണെന്നും ഭരണപക്ഷത്തിന്റെ തെറ്റുകളിൽ സഭാധ്യക്ഷന്മാർ മൗനം പാലിക്കുകയാണെന്നും സിംഗ്വി കുറ്റപ്പെടുത്തി. അദാനി വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയായ മല്ലികാർജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും പരാമർശം പാർലമെന്റ് രേഖകളിൽ നിന്ന് നീക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ വിമർശനം. ഇരുവരുടെയും പ്രസംഗത്തിൽ മോശം പരാമർശമില്ലെന്ന് മനു അഭിഷേക് സിംഗ്വി വാദിച്ചു. പ്രസംഗത്തിലെ ഭാഗങ്ങൾ നീക്കം ചെയ്തത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് കുറ്റപ്പെടുത്തിയ സിംഗ്വി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ സ്വഭാവമാണ് പാർലമെന്റിൽ പ്രകടമായതെന്നും വിമർശിച്ചു. My short point is that not a word therein can justify the use of the power of expunction. Shri Rahul Gandhi and Shri Kharge spoke extremely politely but firmly based on factual narratives. The autocratic and dictatorial face of the BJP, the ruling dispensation, the government was in full show in each house of parliament over the past few days. It was on show in the most brazen, undemocratic and unparliamentary expunction. ഭരണപക്ഷം തെറ്റ് ചെയ്യുമ്പോൾ സ്പീക്കറും അധ്യക്ഷനും മൗനം പാലിക്കുകയാണ്. പാർലമെന്റിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും മനു അഭിഷേക് സിംഗ്വി വ്യക്തമാക്കി. അതേസമയം രാജ്യസഭാംഗമായ രജനി പാട്ടീലിനെ സസ്പെൻഡ് ചെയ്ത നടപടി അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. Ms. Rajni Patil, Member of Parliament, in a 15-minute sudden surgical strike, was suspended for alleged video recording of House proceedings during the Honorable Prime Minister's speech. No show cause, no prior notice, no prior intimation was given to her. Immediate suspension before starting an inquiry is therefore disproportionate, excessive, and actuated purely by malice at the behest of this government. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.